ചില കാര്യങ്ങൾ. ഒന്നാമത്തേത് വ്യായാമം. നമുക്കെല്ലാവർക്കും അറിയാമല്ലേ, ഏത് വ്യായാമമാണേലും കുഴപ്പമില്ല. നടത്തം, ഓട്ടം, ചാട്ടം, ഇല്ലെങ്കിൽ യോഗ, പിന്നെ നീന്തൽ, സൈക്ലിങ്, ഇങ്ങനെ ഏതാണെങ്കിലും പരിശീലിക്കുന്നത് വളരെ നല്ലതാണ്. ഒരു അരമണിക്കൂറെങ്കിലും ഇത് നമ്മൾ പരിശീലിക്കണം. രണ്ടാമത് ഭക്ഷണം ഹിതവും മിതവുമായിട്ടുള്ള ഭക്ഷണം. അത് നല്ല പോഷകമൂല്യമുള്ള ഭക്ഷണമായിരിക്കണം. എളുപ്പം ദഹിക്കുന്നതായിരിക്കണം. ആവശ്യത്തിനുള്ള അളവിലായിരിക്കണം കഴിക്കുന്നത്. അങ്ങനെ ഉള്ള ഭക്ഷണങ്ങളൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ശരീരത്തെ പുഷ്ടിപ്പെടുത്തുകയും ആരോഗ്യം മെച്ചപ്പെടുകയും ചെയ്യും. പിന്നെ മൂന്നാമതായിട്ടുള്ളത് ഉറക്കം. ഒരു 7-8 മണിക്കൂർ സുഖമായിട്ട് ഉറങ്ങുക. ഈ സമയത്താണ് ഈ ഉറങ്ങുന്ന സമയത്താണ് നമ്മളുടെ പല പല കോശങ്ങളെയൊക്കെ ശരിയാക്കുന്ന എന്തെങ്കിലും കേടുപാടുകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ പ്രാണൻ ശരിയാക്കുന്ന ഈ സമയത്താണ്. അതുകൊണ്ട് ഈ ഉറക്കം ഏറ്റവും അത്യാവശ്യമുള്ള ഒരു കാര്യമാണെന്ന് നമ്മളെല്ലാവരും മനസ്സിലാക്കണം. പിന്നെ ഒന്ന് സൂര്യപ്രകാശം ഏൽക്കുക. നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോഴൊക്കെ പഠിച്ചിട്ടുണ്ടല്ലോ ഇല്ലേ, സൂര്യപ്രകാശം ഉണ്ടെങ്കിൽ വിറ്റാമിൻ ഡിയുടെ കാര്യമൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അത് പ്രാവർത്തികമാക്കുക. പിന്നെ ഒന്ന് ലംഘനം പരമൌഷധം, ഉപവാസത്തിൻ്റെ കാര്യം അത് പറഞ്ഞു. പിന്നെ അടുത്തതായിട്ട് നമ്മൾ എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുക. എപ്പോഴും അതുപോലെ തന്നെ ചിരിക്കുക. നമ്മൾ മനസ്സിൽ മാത്രമല്ല സന്തോഷം, പുറത്തത് പ്രകടിപ്പിക്കും വേണം. നമ്മൾ ചിരിച്ച് സന്തോഷമായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ അത് കാണുന്നവർക്കും പിന്നെ നമ്മളുടെ മനസ്സിനും ഒക്കെ നല്ലതാണ്. ഇങ്ങനെ നമ്മൾ ചിരിച്ച് സന്തോഷമായിട്ടിരിക്കണമെങ്കിലും ഉണ്ടല്ലോ, നമ്മൾ നല്ല വാക്കുകളും നല്ല പ്രവൃത്തിയും നല്ല ചിന്തയും ആണെങ്കിൽ മാത്രമേ ഇത്. കാരണം മുഖം മനസ്സിൻ്റെ കണ്ണാടി എന്നാണല്ലോ. അപ്പം ഞങ്ങൾ മനസ്സിലെ ദുശ്ചിന്തകളും ഒക്കെ ആണെങ്കിൽ ഒരിക്കലും നമ്മളുടെ മുഖത്ത് ആ തെളിച്ചം വരികയില്ല. ഇങ്ങനെ നല്ല ആരോഗ്യത്തോടു കൂടി നമ്മൾ ജീവിക്കുവാണെങ്കിൽ എ സൗണ്ട് മൈൻഡ് ഇൻ എ സൗണ്ട് ബോഡി എന്നാണല്ലോ.